ശിവമേ, നാളെ തിരുവോണമാണ്. ആരോട് പൈസ ചോദിച്ചു? ഒരു കഷ്ടകാലം തന്നെ. വാ കീറിയ ദൈവം ഏരെയും തരും. അങ്ങനെയല്ലേ പ്രമാണം? ഒന്ന് നോക്കാം. ചേട്ടാ, മുരുകനോ? എന്താടാ മുരുകൻ, പണിക്കൊന്നും പോയില്ലേ? എന്ത് പറയാനാ, മഴയും വെള്ളപ്പൊക്കമായിട്ട് പണിയൊന്നുമില്ല. നിനക്ക് പണിയുണ്ടായിട്ട് എന്താ കാര്യം? നിന്റെ വീട്ടുകാർക്കൊന്നും യാതൊരു പ്രയോജനമില്ലല്ലോ. ഞാൻ അതും കൂടി പറയാനാ വന്നത്. നാളെ തിരുവോണമാണ്. കയ്യിൽ 5 പൈസ ഇല്ല. ചേട്ടാ പൈസ ഉണ്ടെങ്കിൽ. എടാ, പണിയുള്ളപ്പോ വെള്ളം അടിച്ച് പിള്ളേരെ നോക്കാതെ കൂട്ടുകാരോടൊപ്പം ആടിപ്പാടി നടന്നാ പോരാ. നാളെ തിരുവോണമാണെന്നുള്ളൊരു ഓർമ്മ വേണം. തെറ്റ് പറ്റിപ്പോയി. മക്കൾ കരഞ്ഞു പറഞ്ഞപ്പോഴാ ചേട്ടാ എനിക്ക് വിഷമമാണ്. അല്ലെങ്കിലും എല്ലാ പുള്ളിമാരും പറഞ്ഞ ന്യായം ഇതൊക്കെ തന്നെ. പ്രായമായില്ലേ, ഇനിയൊന്നും നന്നായിക്കൂടെ? ചേട്ടന്റെ കയ്യിലുണ്ടെങ്കിൽ സഹായിക്കും. ഉണ്ടായിരുന്നു. ഞാനത് മോളുടെ ഫീസ് അടച്ചു. ഇപ്പൊ രക്ഷയില്ല. ശരി ചേട്ടാ. നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് വിഷമായി. നമ്മളൊക്കെ മനുഷ്യരല്ലടാ. മനുഷ്യരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാ? ഓണൊക്കെ അല്ലേ, നീ ഇത് വെച്ചേ. ഇനിയെങ്കിലും നീ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ നോക്ക്. എടാ രവി, ആ പഴയ സ്ഥലം തന്നെയല്ലേ? എന്റെ ഷെയർ ഞാൻ തന്നേക്കാം. ഇപ്പോഴൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഓണക്കാലമൊക്കെ അല്ലേ? നീ ഒന്നും നന്നാവില്ലടാ. പട്ടിയുടെ വാല് 12 കോഴി കിടന്നാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ. അല്ല പിന്നെ